മക്കൾ പറഞ്ഞാട്ടെ, നിങ്ങൾ അച്ഛന്മാര് പറയാറുണ്ടോ? ഉണ്ടോ? എന്റെ ജീവിതമോ ഇങ്ങനെയായി അല്ലേ, ഇനി നിങ്ങളെങ്കിലും പഠിച്ചൊരു നിലയിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. തെറ്റ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പേറേണ്ടവരല്ല നിങ്ങളുടെ മക്കൾ, ആണോ അല്ലയോ? നിങ്ങൾക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് കരുതുക, നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല. പകരം നിങ്ങളുടെ മകനെ ഡോക്ടറാക്കാൻ നടക്കുമോ? ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് നമ്മുടെ മക്കളെ കാണരുത്. പറഞ്ഞ മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു, ഈ ലോകം മുഴുവൻ ചിന്തിച്ചാൽ 820 കോടി ജനങ്ങളുണ്ട്. ഭാരതം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ 147 കോടി ജനങ്ങളുണ്ട്. കേരളത്തെ പരിശോധിച്ചാൽ എത്രയാ? 3 കോടി 6 ലക്ഷം ജനങ്ങളുണ്ട്. ഇവിടെ ഇപ്പോ ഒരു 100 പേരുണ്ട്, 150 പേരുണ്ട്. ഈ ആളുകളൊക്കെ വേറെ വേറെ അല്ലേ? എല്ലാവരുടെയും കണ്ണ് വേറെ അല്ലേ? തമ്പ് ഇംപ്രഷൻ വേറെ അല്ലേ? എല്ലാം യുണീക്ക് ഐഡി അല്ലേ? UID അല്ലേ? എല്ലാവരും വേറെ വേറെ അല്ലേ? പിന്നെ എങ്ങനെയാ എന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി എന്റെ മകൻ നിൽക്കുന്നു പറയാ? എനിക്ക് ഡോക്ടറാവാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്റെ മകനെ ഡോക്ടറാക്കണം എങ്ങനെ പറയാ? എനിക്ക് പട്ടാളക്കാരനാവാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്റെ മകൻ പട്ടാളക്കാരനാവട്ടെ എങ്ങനെ പറയാ? അത് തെറ്റാണ്. ഇന്ന് പാരന്റ്സ് ഒക്കെ ചെയ്തൊരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ, എനിക്കോ അത് നേടാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്റെ മകൻ അത് നേടട്ടെ, അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അല്ലേ? നിങ്ങൾ കണ്ണടക്കലേ ഉണ്ടാവുള്ളൂ, അത് നേടലുണ്ടാവില്ല. മറിച്ച് ചിന്തിക്കേണ്ടത്, ആ കുഞ്ഞ് നിങ്ങളുടെ മകനായിക്കൊള്ളട്ടെ, മകളായിക്കൊള്ളട്ടെ, ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നും ഒരു സ്വതന്ത്ര പേഴ്സണാലിറ്റി, സ്വതന്ത്ര വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് എന്നും, ആ സ്വതന്ത്ര വ്യക്തിത്വമുള്ള വ്യക്തിക്ക് അതിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് എന്നും, ആ ജീനിൽ എന്താണോ അടങ്ങിയിരിക്കുന്നത് എന്നും നമ്മളല്ല നിശ്ചയിക്കേണ്ടത്. ആ ജീനാണ്, ആ കുട്ടിയാണ്, ആ മകനാണ്, ആ മകളാണ്. മനസ്സിലായോ? ആ ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ എന്ന് വിചാരിച്ച് അവരെ അഴിച്ചുവിടാനല്ല. പറഞ്ഞതിന്റെ മറ്റു വശം എടുക്കരുത്. അവർക്ക് എന്താകണമെന്ന് ആര് തീരുമാനിക്കണം? അവര് തീരുമാനിക്കണം, നമ്മൾ തീരുമാനിക്കരുത്. മനസ്സിലായോ? ഒരു കുട്ടി പറയാണ്, എനിക്ക് മെക്കാനിക്കലാണ് പഠിക്കാൻ ഇഷ്ടം. അപ്പോ അമ്മ പറയുന്നു, നീ മെക്കാനിക്കലിന് പോണ്ട, നീ എതിന് പോണം? സിവിലിന് പോണം. അപ്പൊ അച്ഛൻ പറയും, സിവിലിന് പോണ്ട, നീ എതിന് പോണം? നീ MBBS പോണം. ആ കുട്ടിക്ക് ഏതാ താല്പര്യം? മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ താല്പര്യമുള്ള കുട്ടി അമ്മയുടെ താല്പര്യം അനുസരിച്ച് സിവിലിന് പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം പോയി, അമ്മയുടെ ഭാവിയും പോയി. ശരിയോ തെറ്റോ? ആലോചിച്ച് നോക്കുക. അവിടെയാണ് ആ കുട്ടി ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ടേസ്റ്റിനെ അറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം രക്ഷിതാക്കളായിട്ടുള്ള നമ്മളാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തത്, അങ്ങനെയെങ്കിൽ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മക്കളെ നേർവഴിക്ക് നയിക്കണമെങ്കിൽ നമ്മൾ റോൾ മോഡൽ ആവണ്ടേ? ആണോ വേണ്ടയോ? വേണം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ മക്കളുടെ റോൾ മോഡൽ ആണ് എന്ന്? ഈ ഇരിക്കുന്ന ഇത്രയും രക്ഷിതാക്കൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, മോനെ നീ എന്നെ പോലെ ആവണം? പറയാൻ പറ്റുന്ന എത്ര രക്ഷിതാക്കളെ കൂട്ടുന്നു? ഒന്ന് പറഞ്ഞേ. അടുത്ത മക്കളുണ്ടല്ലോ അല്ലേ? ഉണ്ടോ ഇല്ലയോ? അവന്റെ കൈ പിടിച്ചൊന്ന് പറഞ്ഞേടാ, നീ എന്നെ പോലെ ആവ്. എന്താ പറയാതെ? നിങ്ങൾ റോൾ മോഡൽ അല്ലേ? ആണോ അല്ലയോ? സാറ്റ് അല്ലേ? അതെന്തല്ലാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ കൈ പിടിച്ചിട്ട് എടാ നീ എന്നെ പോലെ ആവ്, അല്ലെ മോളെ നീ എന്നെ പോലെ ആവ് എന്ന് എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? എന്തുകൊണ്ടാ? സമയം പോണൂട്ടോ. എന്തുകൊണ്ടാ പറയാൻ പറ്റാത്തത്? പൂർണ്ണമായിട്ടും നമ്മൾ മാറാത്തത് കൊണ്ട് ആണോ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് പറയാൻ സാധിക്കണം, മോനെ നീ എന്നെ പോലെ ആവണമടാ, അല്ലെങ്കിൽ ആവണമെടി എന്ന് പറയാൻ നമുക്ക് പറ്റണം. അങ്ങനെ പറ്റുമ്പോഴേ നമ്മൾ ആരാവുന്നുള്ളൂ? നല്ല പാരന്റ് ആവുന്നുള്ളൂ. അല്ലാത്തടത്തോളം നമുക്ക് എങ്ങനെ നല്ല പാരന്റാന്ന് പറയാൻ പറ്റുക? ഞാൻ പണ്ടൊരു കഥ എല്ലാ സഭയിലും പറഞ്ഞിട്ടുണ്ട്. രാമകൃഷ്ണ പരമഹംസനടുത്ത്
ഒരമ്മ തന്റെ കുഞ്ഞിനെ കൂട്ടിയിട്ട് വന്നു. പരാതി എന്താ? ഈ കുഞ്ഞ് മധുരം നന്നായിട്ട് കഴിക്കുന്നതാണ്. ഈ കുഞ്ഞിന്റെ മധുരം കഴിക്കലും നിർത്താം, അതിന് വേണ്ടിയിട്ടാണ്. രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ. ഒരാഴ്ച കഴിഞ്ഞ് ഈ അമ്മ കുഞ്ഞിനെ കൊണ്ട് വീണ്ടും വന്നു. പരമഹംസർ പറഞ്ഞു, ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് വരൂ. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞ് 4ാമത്തെ ആഴ്ച വന്നപ്പോ പരമഹംസർ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇനി നീ മധുരം കഴിക്കരുത്. ഇത്ര പറഞ്ഞു. അമ്മയ്ക്ക് ദേഷ്യം വന്നു. എന്താ കാരണം? 4 ആഴ്ചയായിട്ട് ഇങ്ങനെ വന്നു കയറുന്നു. ഈ ഒരു ചോദ്യം തന്നെ ചോദിക്കണതേ. ഈ 4 ആഴ്ചയും ഒരു മറുപടിയും പറയാതെ 4ാമത്തെ ആഴ്ച പരമഹംസർ പറഞ്ഞു, നീ മധുരം കഴിക്കരുത്. ഇതാദ്യം പറഞ്ഞാൽ പോരായിരുന്നു? ഈ അമ്മ ചോദിച്ചു, അല്ലയോ അങ്ങേക്ക് ഇത് ആദ്യം പറഞ്ഞാൽ പോരെ, 4 ആഴ്ച നടത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പരമഹംസർ പറഞ്ഞു, ഞാൻ നന്നായിട്ട് മധുരം കഴിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് 4 ആഴ്ച വേണ്ടി വന്നു. എന്തിന്? അതൊന്ന് നിയന്ത്രിക്കാൻ. അത് നിയന്ത്രിക്കാതെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക? അതുകൊണ്ട് ഈ 4 ആഴ്ച എടുത്ത് ഞാൻ അതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടതിന് ശേഷമാണ് ഞാൻ ഉപദേശിച്ചത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ എങ്ങനെയാണെന്നറിയോ? പല അച്ഛന്മാരും അമ്മമാരുണ്ട്, മോനെ കള്ളു കുടിക്കരുത്, വീടി വലിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, മുറുക്കരുത്. എങ്ങനെ പറയാ? സിഗരറ്റ് വലിക്കരുത് കേട്ടോ. കയ്യിൽ എന്തുണ്ടാവും? വീടിക്കുറ്റി ഉണ്ടാവും. മുറുക്കരുത് കേട്ടോ. എങ്ങനെ പറയാം? മുറുക്കരുത് കേട്ടോ. സമച്ചുണ്ടാ പറയാ. ഫോണിൽ കളിക്കരുതേ. അച്ഛനും അമ്മയും പറയാം. എങ്ങനെ പറയാൻ? ഫോൺ നോക്കിക്കൊണ്ടാ പറയാ. ഫോൺ നോക്കി പോയി പഠിക്കി. എവിടെ നോക്കിയിട്ടാ പറയണത്? ഫോൺ നോക്കിയിട്ടാ പറയണത്. ഞണ്ട് പോണ വഴിക്ക് ഞണ്ട് കുഞ്ഞുങ്ങൾ പോകൂ. ഞണ്ടെങ്ങനെ പോകാന്നറിയോ? പുറകിലേക്ക് നടക്കുക, മുമ്പിലേക്കല്ല നടക്കുക. ആ രൂപത്തിലെ ഞണ്ടിന്റെ കുഞ്ഞുങ്ങൾ നടക്കൂ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ, നമ്മളിൽ എവിടെയോ പ്രശ്നമുണ്ട്. ഉണ്ടോ ഇല്ലയോ? സച്ച്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമുക്ക് എന്താണ് പ്രശ്നമെന്ന് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യണം. മനസ്സിലാവുണ്ടോ? കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെയാണ് കണ്ടു പഠിക്കുന്നത്, നമ്മളെയാണ് മാതൃകയാക്കുന്നത്. ശരിയോ തെറ്റോ? ഈ കുഞ്ഞ് ചെറുപ്പത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ചെറുപ്പത്തിൽ നിങ്ങൾ അമ്മമാര് ചെറിയ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന സമയത്ത് എന്താ ചോദിക്കാം? അച്ഛൻ എങ്ങനെയാ നോക്കാന്ന് ചോദിക്കും. ആ കുഞ്ഞ് അതുപോലെ നോക്കാറില്ലേ? അമ്മ എങ്ങനെയാ കൊഞ്ചിക്കാന്ന് ചോദിക്കും. ഈ കുഞ്ഞ് അതുപോലെ കാണിക്കും. ഈ കുഞ്ഞ് പുറമേയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പഠിക്കുന്ന പാഠഭാഗങ്ങളൊക്കെ ആദ്യം പഠിക്കുന്ന എവിടുന്നാ? അച്ഛന്റെയും അമ്മയുടെയും ചേഷ്ടകളാണ്. അതുകൊണ്ട് അറിവുള്ളവർ പറയും, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് എന്താ അടി ഉണ്ടാക്കരുത്. അച്ഛനമ്മയും തമ്മില് എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഒരു കുടുംബം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലേ? സ്വാഭാവികമാണ്. പക്ഷേ ഒരു കാരണവശാലും മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഡോണ്ട് ഫൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ചൈൽഡ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു കാരണവശാലും നമ്മുടെ പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും അഥവാ അച്ഛനും അമ്മയും തമ്മിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക പോലും ചെയ്യരുത്. കാരണം ഇത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങളെ, എനിക്കറിയാം, ഇവിടെ ആശ്രമത്തില് വരുന്ന ഒരുപാട് കുട്ടികളോട് കല്യാണ വിഷയം സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് പല പെൺകുട്ടികളും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കല്യാണം വേണ്ട. ഞാൻ എന്താ കാരണം? എന്റെ അച്ഛന്റെ അമ്മേന്റെ കഥ ഞാൻ കാണുന്നതല്ലേ. എന്താ പറയണത്? എന്റെ അച്ഛന്റെ അമ്മേന്റെ കഥ ഞാൻ കാണുന്നതല്ലേ. അപ്പൊ ഞാൻ പറയാം, അവര് നല്ല സ്നേഹത്തിലല്ലേ ജീവിക്കണത്. എനിക്കറിയാലോ, സ്വാമിക്ക് ഈ മതിലിന്റെ ഇപ്പുറത്തോടെ ഗേറ്റിന്റെ ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള അച്ഛനെയും അമ്മയെയും അല്ലേ അറിയൂ. ഇതല്ലാത്തൊരു അച്ഛനും അമ്മയും ഉണ്ട്. എന്റെ വീട്ടിൽ അവര് കാണിക്കുന്ന കളി കാണണം. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വേദമന്ത്രങ്ങൾ കേൾക്കണം അല്ലേ? ഇങ്ങനെ പറയുന്ന ഒരുപാട് പെൺകുട്ടികളെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ വിവാഹം എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത്, ഭാര്യ എന്ന് പറയുന്നത്, ഭർത്താവ് എന്ന് പറയുന്നത്, മക്കൾ എന്ന് പറയുന്നത് പോലും എന്തോ ഭീകരമായ അവസ്ഥയിലാണ് ചിന്തിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഈ കുട്ടി, ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ ഒരു പെൺകുട്ടി എന്ന് കരുതിക്കോളൂ. ഈ പെൺകുട്ടി ഒരു മകൾ എന്ന നിലയ്ക്ക്
ആ കുടുംബത്തിൽ അനുഭവിച്ചിട്ടുള്ള ദുഃഖവും ദുരിതവും വേദനയും വിഷമവും ഒക്കെ ഉണ്ടാവും അല്ലേ? ഈ കുട്ടി ചിന്തിക്കുന്നത് എന്നെ പോലെ ഇനി ഒരു കുട്ടി കൂടി ദുഃഖിക്കാൻ ഞാൻ കാരണമാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കാരണം രക്ഷിതാക്കൾ എന്ന് പറയുന്നത് നമ്മളാണ്. ആണോ അല്ലയോ? അത് ഉണ്ടാവാതിരിക്കാനാ പറഞ്ഞത്. എന്ത് മക്കളുടെ മുമ്പിൽ വെച്ച് ഒരു പ്രശ്നവും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. കാരണം മക്കളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മളാണ് എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് ഉറപ്പിച്ചോളൂ. മക്കൾ നമ്മളെ കണ്ടാ വളരുന്നത്, മക്കൾ നമ്മളെ കണ്ടുകൊണ്ടാ പഠിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ മക്കളുടെ സറൗണ്ട്സ്, അവര് വളരുന്ന ജീവിത ചുറ്റുപാടുകൾ, അവര് എവിടെയാണോ വളരുന്നത്, ഏത് രീതിയിലാണോ വളരുന്നത്, എങ്ങനെയാണോ അവരുടെ കൂട്ടുകെട്ട്, അവരുടെ ബന്ധങ്ങൾ, അവരുടെ ജീവിത രീതി, ഇതൊക്കെ ആരറിയണം? രക്ഷിതാക്കൾ അറിഞ്ഞേ മതിയാകൂ. അറിയാൻ ശ്രമിക്കാറുണ്ടോ നമ്മള്? ഉണ്ടല്ലേ? ഉണ്ട്. എങ്ങനെ? എന്നും വൈകിട്ടും എന്റെ മോളുടെ ഫ്രണ്ട് വിളിക്കും, വാട്സപ്പിൽ വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. അവർ നല്ല ചങ്ക, അവർ നല്ല ഫ്രണ്ട്സാ. പക്ഷെ അവർ തമ്മിൽ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്ന് നമ്മൾ അറിയാറില്ല. ഉണ്ടോ? സാറ്റ് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? അങ്ങനെ നോക്കേണ്ടതുണ്ടോ? അവർ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ എന്താ നമ്മൾ അറിയേണ്ടതുണ്ടോ? ഉണ്ടോ? ഇല്ല. യെസ് ഓർ നോ? നോക്കൂ, പണ്ടൊരു കഥയുണ്ട്. ഒരു പട്ടം, മനോഹരമായ ഒരു പട്ടം ഇങ്ങനെ പറന്ന് നടക്കുക. ആകാശത്തിന്റെ അത്യുന്നതങ്ങളിലൂടെ ഒരു പട്ടം പറന്ന് നടക്കുമ്പോ ആ പട്ടത്തിനെ നോക്കിക്കൊണ്ട് ഒരു പക്ഷി പറയുകയാണ്, നീ എത്ര മനോഹാരിതമായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള പട്ടമാണെങ്കിലും നിന്നെ നിയന്ത്രിക്കാനൊരു കയറില്ലേ? അല്ലേ? താഴെ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ കയറ് പിടിച്ചിട്ടല്ലേ നിന്നെ ചലിപ്പിക്കുന്നത്. നീ എന്നെ നോക്കൂ, ഞാൻ എത്ര സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ആ പക്ഷി പറഞ്ഞു കൊടുക്കണം, അല്ലയോ പട്ടമേ, നീ എത്ര മനോഹരമുള്ളതാണെങ്കിലും, എത്ര വലിപ്പമുള്ളതാണെങ്കിലും, എത്ര പാറിപ്പറന്ന് നടക്കുന്നതാണെങ്കിലും നിനക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ഈ അനന്തഭായസിലേക്ക് പറന്നു പോകാൻ സാധ്യമല്ലല്ലോ. കാരണം നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ഇത് കേട്ടപ്പോ പട്ടത്തിന് തോന്നി, ശരിയാണല്ലോ, എന്നെ ഒരു പരിധി വിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, എന്നെ കയറുകൊണ്ട് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ഈ പട്ടം എന്ത് ചെയ്തു? ആ പക്ഷിയോട് പറഞ്ഞു, നീ എന്നെ ഈ ബന്ധനത്തിൽ നിന്ന് ഒന്നൊഴിവാക്കി തരൂ. ആ പക്ഷിയുണ്ടല്ലോ, ആ പട്ടത്തിനെ പിടിച്ചിരിക്കുന്ന കയറുണ്ടല്ലോ, ആ കയറ് കുത്തിമുറിച്ച് അല്ലെങ്കിൽ കുത്തിയിട്ട് ആ കയറിൽ നിന്ന് ഈ പട്ടത്തിനെ വേർപെടുത്തി. പട്ടം സന്തോഷിച്ചു. കാരണം എന്താ? താൻ സ്വാതന്ത്ര്യം അനുഭവിച്ചിരിക്കുന്നു. പക്ഷേ അത് സ്വാതന്ത്ര്യമായിരുന്നു. ആ പട്ടം പറന്ന് പോയിട്ട് എവിടേക്കാ വീണത്? ഏതോ കാട്ടിലേക്ക്, ലക്ഷ്യമില്ലാതെ എവിടെയോ പോയി വീണ് നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ പട്ടം മാറിപ്പോയി. മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കുഞ്ഞുങ്ങൾ ആ പട്ടത്തിനെ പോലെ പറന്ന് നടക്കട്ടെ. പക്ഷെ എന്ത് വേണം? ഒരു ചരടിൽ നമ്മൾ പിടിച്ചിരിക്കണം. ആ ചരട് നമ്മുടെ കയ്യിലുണ്ടാവണം. ആ പട്ടം അതിന്റെ ചുറ്റുവട്ടത്ത് പറക്കട്ടെ. ആ പട്ടത്തിനെ നമ്മൾ ചേർത്ത് ഭൂമിയിലേക്ക് ഈ കയറിനോടൊപ്പം കൈവെള്ളയിൽ വെക്കുകയല്ല വേണ്ടത്. പലപ്പോഴും രക്ഷാകർത്താക്കൾ എന്താ ചെയ്യുക? ആ പട്ടത്തിനെയും ഈ കയറിനെയും കയ്യിൽ ഒതുക്കി വെക്കും, പറക്കാൻ സമ്മതിക്കാറില്ല. പക്ഷെ എന്ത് വേണം? ആ കയറ് മാത്രം നമ്മൾ പിടിച്ചിട്ട് ആ പട്ടത്തിനെ പറക്കാൻ വിടണം. ആ പട്ടം പറക്കട്ടെ, പറന്ന് അത് ഈ അനന്തവിഹായത്തിൽ ഏറ്റവും മനോഹരമായിട്ട് പറക്കട്ടെ. പക്ഷെ ഒരൊറ്റ കാര്യം എന്താ? ഈ കയറ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഒന്നുകിൽ ആ കയർ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതോ, അതല്ലെങ്കിൽ ആ പട്ടത്തെ നമ്മുടെ കൈവെള്ളയിൽ മാത്രം പിടിച്ചു വെക്കുന്നതോ ആണ് ഇന്നത്തെ പ്രശ്നം. ആണോ അല്ലയോ? ഒന്നുകിൽ എന്ത് ചെയ്യും? പറക്കാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കും, അല്ലെങ്കിലോ കയറില്ലാതെ അഴിച്ചുവിടും. ഇത് രണ്ടുമല്ല വേണ്ടത്. പറക്കുകയും വേണം, കൈപ്പിടിയിൽ ഒതുങ്ങുകയും വേണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാകുമ്പോഴേ അത് പാരന്റിങ് ആവുന്നുള്ളൂ, രക്ഷിതാക്കളുടെ ധർമ്മമാവുന്നുള്ളൂ. പറഞ്ഞ് മനസ്സിലായെന്ന് കരുതുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ മക്കളെ കൈപ്പിടിയിൽ മാത്രം ഒതുക്കി വെക്കുന്നുണ്ടോ, അതോ പറക്കാൻ അനുവദിക്കുന്നുണ്ടോ, അതോ പറത്തി വിടുകയാണോ ചെയ്യുന്നത് എന്ന് സ്വയം നമ്മൾ ചിന്തിച്ചേ മതിയാകൂ.
ചിന്തിച്ചേ മതിയാകൂ. അത് പറക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ സറൗണ്ടിങ്സ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് കൂട്ടുകെട്ടിലൂടെയാണോ ജീവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നോക്കൂ, ഒരു മഞ്ഞുതുള്ളി ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒഴുകി വരുമ്പോ നമുക്കറിയാം മഞ്ഞുതുള്ളി ഏറ്റവും പരിശുദ്ധമാണ് അല്ലെ. കറയാവാത്ത, ചെളിയാവാത്ത പരിശുദ്ധമായിട്ടുള്ള ജലകണികയാണ് മഞ്ഞുതുള്ളി. അതിങ്ങനെ മുകളിൽ നിന്ന് ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒഴുകി വരുമ്പോ വരുന്ന വഴിയിലുള്ള പുല്ലുകളോട്, പുഷ്പങ്ങളോട് ഒക്കെ ഇങ്ങനെ കിന്നരിച്ച് വരികയാണ്. ആ പൂക്കളോടും അതുപോലെ പുൽച്ചെടികളോടും ഒക്കെ കിന്നരിച്ചുകൊണ്ട്, സല്ലപിച്ചുകൊണ്ട്, സന്തോഷത്തോടുകൂടി അതിനെല്ലാം തഴുകി വരുന്ന ശുദ്ധജലമായിട്ട്, ഏറ്റവും നല്ല ശുദ്ധജലമായിട്ട് ആ മഞ്ഞുതുള്ളികളുടെ ശ്രേണി താഴേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോ തൊട്ട് താഴെയായിട്ടൊരു ചെളിക്കുണ്ട് കണ്ടു, ചെളി വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം കണ്ടു. ഈ പരിശുദ്ധമായ മഞ്ഞുതുള്ളി ഒരു ആഗ്രഹം, എന്താ ആഗ്രഹം? ആ ചെളിക്കുഴിയിലും ഒന്ന് പോയിട്ട് അവിടെയൊക്കെ ഒന്ന് തുള്ളി കളിച്ച് വരണമെന്ന് ആഗ്രഹം. ആർക്ക്? ഈ ശുദ്ധമായ മഞ്ഞുതുള്ളിക്ക്. ഈ മഞ്ഞുതുള്ളി നേരെ എന്ത് ചെയ്തു? ആ ചെളിക്കുഴിയിലേക്ക് ഒന്ന് ചാടി. അതിനുശേഷം വീണ്ടും പുറത്തേക്ക് വന്നപ്പോ മഞ്ഞുതുള്ളിയുടെ ശുദ്ധത നഷ്ടപ്പെട്ട് ആ മഞ്ഞുതുള്ളി എന്തായിട്ട് മാറി? മലിനജലമായിട്ട് മാറിയോ ഇല്ലയോ? ആ മലിനജലമായി മാറിയ മഞ്ഞുതുള്ളി വീണ്ടും താഴേക്ക് ഒഴുകി പോകുമ്പോ ആ പോകുന്ന വഴിയിൽ ഒരു ചെറിയ പുൽച്ചെടിയുടെ നാമ്പിൽ ഒരു ചെറിയ മഞ്ഞു കണം തൂങ്ങി നിൽക്കുന്ന ശുദ്ധമായുള്ള മഞ്ഞു കണത്തെ കണ്ടു. ഈ അശുദ്ധമായ മഞ്ഞു തുള്ളിയായിരുന്ന ജലം ചോദിച്ചു, നിന്നെ പോലെ പരിശുദ്ധമാകാൻ ഞാൻ എന്ത് ചെയ്യണം? ആ ഇലയുടെ തുമ്പിലുള്ള മഞ്ഞു തുള്ളിയുണ്ടല്ലോ, ആ മഞ്ഞുതുള്ളി പറഞ്ഞു, നീ എന്നേക്കാൾ ശുദ്ധതയുള്ളതായിരുന്നു. നീ പുൽച്ചെടിയോട് കൂട്ടുകൂടിയപ്പോൾ നീ ശുദ്ധത കൈവിട്ടില്ല, അശുദ്ധിയായില്ല. നീ പൂക്കളോട് കൂടിയപ്പോൾ നിന്റെ ശുദ്ധതയ്ക്ക് കോട്ടം പറ്റിയില്ല. പക്ഷേ ആ മലിനജലത്തിലേക്ക് നീ ചാടിയപ്പോൾ നിന്റെ ശുദ്ധതയെ അശുദ്ധി ബാധിച്ചു. ഇനി നിനക്ക് ശുദ്ധനാവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ മഞ്ഞുതുള്ളിക്ക് തന്റെ കൂട്ടുകൂടലിലാണ് അപകടം പറ്റിയത് എന്ന് മനസ്സിലായത്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, ജനിച്ചു വീഴുന്ന ഞാനും നിങ്ങളുമൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള മുഖത്തോടുകൂടിയും സ്വഭാവത്തോടുകൂടിയുമാണ് ജനിക്കുന്നത്. ആണോ അല്ലയോ? ഏത് കുഞ്ഞിനെ നമുക്ക് എടുത്താലൊന്ന് കൊഞ്ചിക്കാതിരിക്കാൻ തോന്നുക? ഏത് കുഞ്ഞിനെ ഒന്ന് മാറോട് ചേർത്തൊന്ന് ചുംബിക്കാതിരിക്കാൻ തോന്നുക? അത്രയും മനോഹരമായിട്ടുള്ള നിഷ്കളങ്ക ഭാവമല്ലേ ആ കുഞ്ഞിനുള്ളത്? ആണോ അല്ലയോ? പിന്നീട് അപ്പോഴാണ് നമ്മളെ പോലെ ക്രൂരന്മാരുടെ മുഖമായിട്ട് മാറിയത് അല്ലെ? നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഫോട്ടോ എടുത്ത് നോക്കൂ അല്ലെ? എന്താ ഒരു നിഷ്കളങ്ക ഭാവം, ക്യൂട്ട് അല്ലെ? പക്ഷെ ഇപ്പോഴോ പതപ്പിക്കണം, മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പതപ്പിച്ചാൽ എന്താവുള്ളൂ? ക്യൂട്ടാവുള്ളൂ. എവിടെ പോയി ആ ക്യൂട്ട്നെസ്? ആ ക്യൂട്ട്നെസ് എന്ന് പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ നിഷ്കളങ്ക ഈശ്വരഭാവം, സദ്ഭാവം, നന്മയുടെ ഭാവം. ആ നന്മയുടെ ഭാവം എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? ഈ ലോകത്തെ വിവിധ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചെളിക്കുണ്ടുകളിൽ വീണപ്പോഴാണ് നമുക്ക് നന്മയിൽ നിന്ന് തിന്മയിലേക്ക് മാറ്റമുണ്ടായത്. ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ആ നന്മയിലൂടെ മാത്രം ജീവിക്കാൻ, അതിനുതകുന്ന രീതിയിലുള്ള കൂട്ടുകെട്ടുകളിലേക്ക്, അതിന് പറ്റുന്ന രീതികളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുപോയേ മതിയാകൂ. പറഞ്ഞ മനസ്സിലായോ? അതിന് നമ്മൾ എന്താവണം? നമ്മൾ തയ്യാറാവണം. രക്ഷിതാക്കളായിട്ടുള്ള നമ്മൾ തയ്യാറാവണം. അതിനാദ്യം അവരെ പഠിപ്പിക്കേണ്ടത് അവർ തിന്മയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്. സേ ടു നോ പറയേണ്ട സമയത്ത് നോ പറയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മള്? നോ പറയേണ്ട സമയത്ത് നോ പറയാൻ പഠിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം വേണ്ട എന്ന് പറയാൻ, ഇപ്പൊ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കുട്ടികളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് കരുതുക, അവർക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്ന് കരുതുക. പക്ഷെ നിങ്ങളെ പേടിച്ചിട്ട് എന്ത് പറയും? അത് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളെ പേടിച്ചിട്ടാണ്. ആ പേടി ഇല്ലായിരുന്നുവെങ്കിൽ അവർ തുറന്നെന്ത് പറയും? അമ്മ, എനിക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അച്ഛാ, എനിക്കത് ചെയ്യാൻ പറ്റില്ല. പറയുമോ ഇല്ലയോ? എന്തുകൊണ്ടാണ് അവർ പറയാത്തത്? പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അച്ഛന്റെ സ്വഭാവം, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ എന്തായിരിക്കും അമ്മയുടെ സ്വഭാവം? ആണോ അല്ലയോ? ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന വലിയ ശിക്ഷയാണ്. അവർക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയട്ടെ.
അവർക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറയട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ ഇന്ന് മുതൽ തീരുമാനിച്ചോളുക. നിങ്ങളോട് അച്ഛനോ അമ്മയോ സഹോദരനോ ആരോ ആവട്ടെ നിങ്ങളോട് കാര്യം ചെയ്യാൻ പറയുന്ന സമയത്ത് എനിക്കത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം എന്ന് വിചാരിച്ചിട്ട് എന്ത് പറഞ്ഞാലും പറ്റില്ല എന്ന് പറയാനല്ല. കാരണം ഇന്ന് മുതൽ ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും. സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ പറ്റില്ല എന്ന് പറഞ്ഞോളാൻ. അതല്ല, നിഷേധമായിട്ടുള്ള പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ല. നമുക്ക് എടുത്താൽ പൊങ്ങാത്തത് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയേണ്ടത്. മനസ്സിലായോ? അങ്ങനെ പറയാത്തുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് പറ്റാത്തൊരു കാര്യം നമ്മളോട് പറയുന്നു, നമ്മൾ പറ്റില്ലെങ്കിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ വേറൊരു കാര്യവും പറയുന്നു. ഇങ്ങനെ 5, 6, 7, 10, 15 കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് ചെയ്യാനും സാധ്യമല്ല, നമ്മൾ നോന്ന് പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു എന്തായി? ആ കുഞ്ഞിനെ കഴിവില്ലാത്തവനാണോ എന്നൊരു തോന്നൽ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാവുക. എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ആ ചിന്ത വരില്ലേ? ആ കുഞ്ഞിന്റെ ക്യാരക്ടറിനെ ബാധിക്കില്ലേ? സ്വഭാവത്തെ ബാധിക്കില്ലേ? ആലോചിച്ച് നോക്കുക. അവിടെയാണ് നോ പറയേണ്ടടുത്ത് നോ പറയാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം ആ കുട്ടികൾക്ക് കൊടുക്കുക. അവരമ്മ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ മോനെ കുഴപ്പമില്ല, അല്ലെ മോനെ കുഴപ്പമില്ല എന്ന് പറയുക. അല്ലാണ്ട് എന്താണ് നിനക്ക് പറ്റാത്തത്, എന്താണ് നിനക്ക് പറ്റാത്തത്? അതല്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായോ? സാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു 120 കോടി ജനങ്ങളിൽ, 147 കോടി ജനങ്ങളിൽ, 3 കോടി 6 ലക്ഷം ജനങ്ങളിൽ, ഇവിടെ ഇരിക്കുന്ന 100, 150 ജനങ്ങളിൽ നമ്മളൊക്കെ ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആണെന്ന് പറഞ്ഞു അല്ലെ? നമ്മുടെ കുട്ടികളും അതുപോലെ ഓരോരോ വ്യക്തികളാണെന്ന് പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും നമ്മുടെ മക്കളോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോ ഒരു സിനിമയ്ക്ക് പോവാണെങ്കിൽ അഭിപ്രായം ചോദിക്കുമോ? മോളെ ആ സിനിമ എങ്ങനെയുണ്ട്, പോണോ? ചോദിക്കാറുണ്ടോ? ഉണ്ടോ? പോട്ടെ, നിങ്ങളൊരു വാഹനം വാങ്ങാൻ തീരുമാനിച്ചു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് മോനെ നമ്മളൊരു വണ്ടി വാങ്ങണോടാ ചോദിക്കാറുണ്ടോ? ഉണ്ടോ? ചോദിക്കാറുണ്ടോ? നിങ്ങളൊരു സ്ഥലം വാങ്ങാൻ പോവാണ്, ഒരു 10 സെന്റ് സ്ഥലം വാങ്ങാൻ പോവാണ്. 8ാം ക്ലാസ് പഠിക്കുന്ന മോനോട് എടാ നമ്മളൊരു സ്ഥലം വാങ്ങാൻ പോകുന്നുണ്ട്, വാങ്ങിയാലോ? ചോദിക്കാറുണ്ടോ? സാറ്റ്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? നോസ് ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ നോസ്? പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളോട് ഒപ്പീനിയൻ ചോദിക്കണം. എന്തിനായിക്കോട്ടെ, അവർ പറയുന്ന ഒപ്പീനിയൻ നമ്മൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് യുക്തിപരമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. പക്ഷേ അവർ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ്, ഒരു വ്യക്തിയാണ് എന്ന് അവരെ പഠിപ്പിക്കണമെങ്കിൽ അവരോട് നമ്മൾ അഭിപ്രായം ചോദിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഉദാഹരണത്തിന്, നാളെ വീട്ടിൽ ഒരു സദ്യ ഉണ്ടാക്കുന്നു. ആ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് എന്താ മോളെ പായസം വേണ്ടത് എന്ന് ചോദിക്കാറുണ്ടോ? ഉണ്ട്. അത് ചോദിക്കും. കാരണം എന്താ? മക്കൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം അല്ലേ? അത് മാത്രമേ നമ്മൾ മക്കളോട് ചോദിക്കാറുള്ളൂ. അതിനപ്പുറത്ത് നമ്മൾ കുടുംബകാര്യങ്ങളിൽ ഒന്നും തന്നെ അഭിപ്രായം ചോദിക്കാറില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ മക്കളോട് അവരുടെ അഭിപ്രായം ചോദിച്ചിരിക്കണം. അങ്ങനെ ചോദിക്കുമ്പോഴേ അവർക്ക് അവരുടെ വാല്യൂ അവർക്ക് മനസ്സിലാവുള്ളൂ. ഞാനും എന്റെ കുടുംബത്തിന് വേണ്ടി കോൺട്രിബ്യൂഷൻ ചെയ്യാൻ, എന്റെ നിർദ്ദേശങ്ങൾ ആ കുടുംബത്തിന് കൊടുക്കാൻ, എന്റെ തീരുമാനങ്ങൾ ആ കുടുംബത്തിലേക്ക് പങ്കുവെക്കാനുള്ള കഴിവുള്ളവനായിട്ട് ഞാനും മാറി, ഒരു ഉത്തമ പുരുഷനായിട്ട് അല്ലെങ്കിൽ ഉത്തമ സ്ത്രീയായിട്ട് ഞാനും മാറി എന്നുള്ള ബോധ്യം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ചെറുപ്പകാലം മുതൽ തന്നെ പകർന്നു കൊടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾ നല്ല കുടുംബത്തെ നിയന്ത്രിക്കൂ. മനസ്സിലാവുന്നത് പറയുന്നത്? സോ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. കുട്ടികളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എന്താ റെസ്പെക്ട് എന്ന് പറഞ്ഞാല്? എന്താ റെസ്പെക്ട്? ബഹുമാനിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക അല്ലെ? അംഗീകാരം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടോ? ജനിച്ചു വീണ ചെറിയ കുഞ്ഞു മുതൽ പടുവൃദ്ധനായി കിടക്കുന്ന ആൾക്ക് വരെ വേണ്ടത് എന്താ? അംഗീകാരമാണ്. ആണോ അല്ലയോ? ഇപ്പൊ നമ്മളിവിടെ കുറെ പേര് വട്ടം ചൂടി ഇരിക്കാൻ വെച്ചോളൂ. ചെറിയൊരു കുഞ്ഞ്, ആ കുഞ്ഞിവിടെ കളിക്കുകയാണെങ്കിൽ നമ്മൾ ആരും ആ കുഞ്ഞിനെ നോക്കുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞെന്താ ചെയ്യാ? എന്തെങ്കിലും കൊച്ചപ്പാട് ബഹളമൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ശ്രദ്ധ തന്നിലേക്ക് വരാനാണ്, തന്നെ ഒന്ന് അംഗീകരിക്കാനാണ്. ആണോ അല്ലയോ? ഇത്രയും ആളുകൾ നിൽക്കുമ്പോ ഒരു വൃദ്ധനായിട്ടുള്ള ഒരാള് ഒരു വശത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെങ്കിലുമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? ഒരു അംഗീകാരം അവിടെ പിടിച്ചു പറ്റും. ഈ അംഗീകാരവും ബഹുമാനവും മനുഷ്യ സഹജമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും ഒക്കെ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവന്റെ അംശമായിട്ടുള്ള നമ്മുടെ കുട്ടികൾ, അവർക്ക് നമ്മൾ എന്നാ അംഗീകാരം കൊടുത്തിട്ടുള്ളത്?
എന്നെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അംഗീകരിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളിൽ എവിടെയോ ഒരു ന്യൂനതയുടെ വിത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ വഴിതെറ്റാനുള്ള കാരണത്തിലേക്ക് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റെപ്പിന്റെ പേരാണ് അവരെ നമ്മൾ അംഗീകരിക്കാത്തത്. അവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കാത്തതൊക്കെ അതിന്റെ കാരണം കൊണ്ടാണ്. അംഗീകരിക്കണം, നമ്മുടെ മക്കളെ അംഗീകരിക്കണം, അവർക്ക് റെസ്പെക്ട് കൊടുക്കണം, അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ചോദിക്കണം. അവരെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണണം. കേവലം നമ്മുടെ കുട്ടിയായിട്ട് മാത്രമല്ല കാണേണ്ടത്, നാളെയുടെ ഒരു വ്യക്തിയാണ് എന്ന ബോധ്യത്തോടു കൂടി വേണം നമ്മൾ കുഞ്ഞുങ്ങളെ കാണണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അഥവാ നമ്മൾ അങ്ങനെ മക്കളെ കാണുന്നില്ലെങ്കിൽ ഈ നിമിഷം മുതൽ എന്ത് വേണം? ഈ നിമിഷം മുതൽ ഉറപ്പിക്കണം, ഇനിയും വൈകിയിട്ടില്ല.